ഞാനിവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു ഗ്രാഫ് ബോർഡാണ്. +2 സ്റ്റാൻഡേർഡിലെ ലിമിറ്റ്, ഡിഫറൻസിയേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ എന്നീ ചാപ്റ്ററുകളിലെ ഏതാണ്ട് 25ഓളം കരിക്കുലം ഓബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ബോർഡാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു വർക്കിംഗ് മോഡൽ കൂടിയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഉദാഹരണത്തിന് ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസ്, അതുപോലെ ഡിഫറൻഷ്യബിലിറ്റി, ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ്, റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഡിക്രീസിങ് ഫംഗ്ഷൻ, മാക്സിമ, മിനിമ എന്നിങ്ങനെ 25ഓളം ഓബ്ജക്റ്റീവ്സ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഭാഗമാണിത്. ഗണിതശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ആണ്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ടീച്ചിങ് എയ്ഡുകൾ ഉണ്ടാക്കി അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും, ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അസ്ഥിവാരം ഇടുന്ന സ്ഥലമാണ്. അപ്പോൾ നല്ലൊരു ക്ലിയർ കട്ട് വ്യൂ ലഭിക്കാൻ തീർച്ചയായിട്ടും ഇത് കാരണമാകും എന്നൊരു ചിന്തയാണ് ഇങ്ങനൊന്ന് രൂപവൽക്കരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മീൻ വാല്യൂ തിയറത്തിൻ്റെ പ്രൂഫാണ്. മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്: let f of x be a real valued function defined over a closed interval ab such that f of x is continuous in the closed interval ab, f of x is differentiable in the open interval ab, then there exists at least one point c in the open interval ab such that f dash c is equal to f of b minus f of a by b minus a. ഇതാണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ഈ ടീച്ചിങ്ങോട് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പോവുക. ഇവിടെ കാണുന്നത് പോലെ ഇതൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 4-9 4 മുതൽ 9 വരെയുള്ള പോർഷൻ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 4-9 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും ഒരു ബ്രേക്ക് ഉണ്ടാകുന്നില്ല. ക്ലോസ്ഡ് ഇൻ്റർവൽ അതുപോലെ 4-നും 9-നും ഇടയ്ക്ക് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 4-നും 9-നും ഇടയ്ക്ക് ഒരു ഷാർപ്പ് ടേണിംഗ് പോയിന്റ് പോലും ഉണ്ടാകുന്നില്ല. എങ്കിൽ മീൻ വാല്യൂ തിയറം പറയുന്നതാണ് ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് 4-നും 9-നും ഇടയ്ക്കുന്ന് ഒരു പോയിന്റെങ്കിലും ഉണ്ടായിരിക്കും. എങ്ങനെയെന്നാൽ ആ പോയിന്റിലെ ഈ കർവിലെ ടാൻജൻറ്റ് ഈ കോഡിന് പാരലായിട്ടുള്ളത് എന്നാണ്. നമ്മളിത് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം നിലവിൽ ഈ ഈർക്കൽ എന്ന് പറയുന്നത് ഈ കർവിലെ 5 എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജൻ്റാണ്. ഇതിങ്ങനെ മാറ്റി മാറ്റി ഇത് മാറ്റിക്കൊണ്ടുവരിക. ഏതാണ്ട് ഇങ്ങനെ ഒരു പോയിന്റ് വരുമ്പോൾ ഈ ടാൻജൻറ്റ് ഈ കോഡിന് പാരലായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഈ കോഡെന്ന് പറയുന്നത് 4, 9 എന്നീ 2 പോയിന്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കർവേലുള്ള പോയിന്റിലൂടെ കടന്നു പോകുന്ന കോഡാണ്. ഈ കോഡിന് പാരലായിട്ട് ഇപ്പോൾ ഈ ടാൻജൻറ്റ് വന്നിരിക്കുകയാണ്. ഈ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഈ കർവേലെ 6.5 എന്ന് പറയുന്ന പോയിന്റിലുള്ള ടാൻജൻ്റാണ്. അത് തീർച്ചയായിട്ടും 4-നും 9-നും ഇടയ്ക്കുള്ള നമ്പറാണ് 6.5. ഇത്രയേ ഉള്ളൂ മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത്. അതായത് ഈ ഫംഗ്ഷൻ 4-നും 9-നും ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിരിക്കണം, 4-നും 9-നും ഇടയ്ക്ക് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. എങ്കിൽ 4-നും 9-നും ഇടയ്ക്കുന്ന് ഒരു നമ്പർ എങ്കിലും ഉണ്ടായിരിക്കും. എങ്ങനെയെന്നാൽ ആ പോയിന്റിലെ ടാൻജൻറ്റ് ഈ കോഡിന് പാരലായിട്ട് വരിക. ഇപ്പോൾ നമ്മളിവിടെ കണ്ടെത്തിയത് 6.5 എന്ന് പറയുന്ന പോയിന്റാണ്. ആ പോയിന്റിലെ ടാൻജൻറ്റ് ഈ കോഡിന് പാരലായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു തിയറമാണ്. ഹയർ മാത്തമാറ്റിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ്. ഇത് വളരെ ലളിതവൽക്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ടീച്ചിങ് എയ്ഡിൻ്റെ നേട്ടം. ഞാൻ ഈ വർഷം ടീച്ചിങ് എയ്ഡിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പുതിയ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് 9ാം സ്റ്റാൻഡേർഡിലെ ജ്യാമിതീയ അംശബന്ധം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഹാർഡ് സ്പോട്ട് വളരെ എളുപ്പത്തിൽ ലേണിംഗ് എയ്ഡ്സ് ഉപയോഗിച്ച് എങ്ങനെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഈ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്
പ്രധാനപ്പെട്ട 2 COs കുട്ടികളിൽ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് 2 സമാന്തരയ്ക്കിടയിൽ ഒരേ പാതമുള്ള ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവ് തുല്യമാണ് എന്നതാണ്. രണ്ടാമത്തേത് ഒരേ ഉന്നതിയുള്ള ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവ് അതിൻ്റെ പാദത്തിന് ആനുപാതികമാണ് എന്നതുമാണ്. ഇതിൽ ആദ്യത്തെ CO നമുക്ക് എങ്ങനെ കുട്ടികൾക്ക് എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു സമാന്തരയ്ക്കിടയിലുള്ള ഒരു ത്രികോണം കാണാം. ഈ ത്രികോണത്തിൻ്റെ ശീർഷം സമാന്തരയുടെ ഇടയിലൂടെ നീക്കുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത ത്രികോണങ്ങൾ കാണാൻ സാധിക്കും. ഈ ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവ് തുല്യമാണ്. കാരണം ഇതിൻ്റെ പാദത്തിൻ്റെ അളവ് മാറുന്നില്ല, അതേപോലെ തന്നെ ഉന്നതിയും മാറുന്നില്ല. അതുകൊണ്ട് പരപ്പളവ് തുല്യമാണ്, പക്ഷേ ഇതിൻ്റെ ചുറ്റളവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റളവ് ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഈ ബിന്ദു സമാന്തരരേഖയിലൂടെ നീക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ പരപ്പളവുള്ള കൂടുതൽ ത്രികോണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 9ാം ക്ലാസ്സിലെ കുട്ടികളെ അനന്തത പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടി ലഭിക്കുന്നു. പരിമിതമായ വിസ്തീർണമുള്ള ത്രികോണവും അതേപോലെ തന്നെ അനന്തമായ ചുറ്റളവുള്ള ഒരു ത്രികോണവും. അപ്പോൾ ചുറ്റളവ് അനന്തതയിലേക്ക് പോകുന്നു എന്നൊരു സങ്കല്പം നമുക്ക് ഉയർന്ന ക്ലാസ്സിലേക്ക് കുട്ടികളെ നയിക്കാനും വളരെയധികം ഉപകരിക്കുന്നു. ഇനി നമുക്ക് ഒരേ ഉന്നതിയുള്ള ത്രികോണങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്ന് പരിശോധിക്കാൻ സാധിക്കും. നമുക്ക് ആദ്യം ഇവിടെ ഒരു ഇൻഡക്റ്റീവ് മെത്തേഡിൽ എങ്ങനെ ഇത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം. ഗ്രാഫ് പേപ്പറിൽ ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ഉപകരണത്തിൽ നമുക്ക് ഒരേ ഉന്നതിയുള്ള 3 ത്രികോണങ്ങൾ കാണാവുന്നതാണ്. ത്രികോണം OAB, ത്രികോണം OAC, ത്രികോണം OCB എന്നീ 3 ത്രികോണങ്ങൾ. ഈ ഗ്രാഫ് പേപ്പറിൽ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉന്നതി 10 യൂണിറ്റ് എന്ന രീതിയിലാണ്. അപ്പോൾ കുട്ടികൾക്ക് മനക്കണക്കായിട്ട് തന്നെ ഈ 2 ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ പെട്ടെന്ന് പറയാൻ സാധിക്കും. ഇവിടെ ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് 30 യൂണിറ്റും രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് 50 യൂണിറ്റുമാണ്. അപ്പോൾ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം 3:5. ഇനി ഇതിൻ്റെ പാദങ്ങൾ തമ്മിലുള്ള അംശബന്ധം AC:CB ആണ്. അതും 6:10 എന്ന് കിട്ടുന്നു, അതായത് 3:5. ഈ പ്രവർത്തനത്തിൽ നിന്നും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം തന്നെയാണ് അവയുടെ പാദങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് നിഗമനങ്ങളിൽ എത്തിച്ചേരാവുന്നതാണ്. ഇത് കൂടുതൽ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ഒരേ ഉന്നതിയുള്ള ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവ് അതിൻ്റെ പാദത്തിന് ആനുപാതികമാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാന വ്യത്യാസം നമ്മൾ കാണുന്നത് പ്രധാനപ്പെട്ടും ഹൈസ്കൂൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡിലാണ്. നമ്മൾ ഹൈസ്കൂൾ കുട്ടികളെ നയിക്കേണ്ടത് ഡിഡക്റ്റീവ് മെത്തേഡിലേക്കാണ്. അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡിൽ തുടങ്ങി ഡിഡക്റ്റീവ് മെത്തേഡിൽ അവസാനിക്കുന്ന ആ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് ഈ COs വളരെ എളുപ്പത്തിൽ കുട്ടികളെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ഇൻഡക്റ്റീവ് മെത്തേഡിൽ നിന്നും ഡിഡക്റ്റീവ് മെത്തേഡിലേക്ക് പോകുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതിന് സമാനമായ മറ്റൊരു മാതൃക ഉപയോഗിക്കുന്നു. ഈ മാതൃകയിൽ ഒരു പ്രധാന വ്യത്യാസം നമ്മൾ കാണുന്നത് സമാന്തര രേഖകൾക്കിടയിൽ 3 ത്രികോണങ്ങൾ കാണുന്നു. സമാന്തര രേഖകൾ തമ്മിലുള്ള അകലം ഇതിൽ സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ സമാന്തരയ്ക്കിടയിലുള്ള ഈ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള ബന്ധം കുട്ടികളോട് എന്താണെന്ന് കണ്ടെത്താൻ ആവശ്യപ്പെടുക. ഇപ്പോൾ സമാന്തരയ്ക്കിടയിലുള്ള ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ മാതൃകയിൽ നിന്നും പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരേ ഉന്നതിയുള്ള ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് 2 സമാന്തരയ്ക്കിടയിൽ ചേർന്ന് നിൽക്കുന്നു എന്നതാണ്. ആ ഒരു പ്രത്യേകതയിൽ നിന്നും ഈ ത്രികോണങ്ങളുടെ പരപ്പളവ് 6:8:10 എന്ന അംശബന്ധത്തിലാണെന്ന് കാണാം. അപ്പോൾ അത് ചുരുക്കി കഴിഞ്ഞാൽ 3:4:5 എന്ന ഉത്തരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രധാന വ്യത്യാസം എന്നത് സമാന്തരരേഖകൾക്കിടയിൽ ത്രികോണങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പാദത്തിൻ്റെ അളവ് നോക്കിയിട്ട് കുട്ടികൾക്ക് അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയും നമ്മൾ പൂർണ്ണമായിട്ടും ഡിഡക്റ്റീവ് മെത്തേഡിലേക്ക് എത്തിയിട്ടില്ല. അതിന് മറ്റൊരു മാതൃക നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്.
ഇവിടെ നമുക്കൊരു ത്രികോണം കാണാം. ഏത് തരത്തിലുള്ള ത്രികോണവും ആകാം. ത്രികോണം ഒ എ ബി. അതിലെ ഒ എന്ന ശീർഷത്തിൽ നിന്ന് എതിർവശത്തേക്ക് ഒരു രേഖ വരച്ചിരിക്കുന്നു. ഈ രേഖയ്ക്ക് പ്രത്യേക അളവിൻ്റെ ആവശ്യമില്ല. രേഖ ഒ എസ്. ഈ രേഖ ഒ എസ് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവിനെ രണ്ടായിട്ട് ഭാഗിക്കുന്നു. ത്രികോണം ഒ എ എസിൻ്റെ പരപ്പളവും ത്രികോണം ഒ എസ് ബിയുടെ പരപ്പളവും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയ ഒരു കുട്ടി ഈ പരപ്പളവ് തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്ന് പറയാൻ സാധിക്കേണ്ടതാണ്. അതിന് നേരിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഈ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ആദ്യത്തെ ത്രികോണത്തിൻ്റെ ഉന്നതി ഏതാണെന്ന് നോക്കുക. ഇവിടെ ഉന്നതി ഒ ആർ ആണ്. ഒ ആർ എന്ന ഉന്നതി ഒന്നാമത്തെ ത്രികോണമായ ഒ എ ബിയുടെ ഉന്നതിയാണ്. അതേസമയം തന്നെ ഒ എ എസ് എന്ന ത്രികോണത്തിൻ്റെയും ഉന്നതിയാണ്. കൂടാതെ വലതുഭാഗത്തുള്ള ഒ എസ് ബി എന്ന ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിൻ്റെയും ഉന്നതിയാണ്. ഇപ്പോൾ ഈ ഒരു ലഘു പ്രവർത്തനത്തിൽ നിന്നും ഒരേ ഉന്നതിയുള്ള ത്രികോണങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരേ ഉന്നതിയുള്ള കൂടുതൽ ത്രികോണങ്ങൾ എങ്ങനെ വരയ്ക്കുന്നുള്ള ഒരു പ്രശ്നം നമുക്കവിടെ കുട്ടികളിൽ കൂടുതൽ ചിന്തകൾക്ക് വിടാവുന്നതാണ്. ഇപ്പോൾ ഒരു ത്രികോണം വരയ്ക്കുക. ഏതൊരു തരത്തിലുള്ള ത്രികോണവും ആകാം. ത്രികോണം വരച്ചതിന് ശേഷം അതിൻ്റെ ഏതെങ്കിലും ഒരു ശീർഷത്തിൽ നിന്ന് എതിർവശത്തേക്ക് ഒരു വര വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ 3 ത്രികോണങ്ങൾ കാണാം. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ത്രികോണവും പിന്നെ മറ്റ് 2 ത്രികോണങ്ങളും. ഈ ത്രികോണങ്ങളുടെ എല്ലാം ഉന്നതി ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ശീർഷത്തിൽ നിന്ന് 2 വരകൾ എതിർഭാഗത്തേക്ക് വരച്ചു കഴിഞ്ഞാൽ എത്ര ത്രികോണങ്ങൾ, ഒരേ ഉന്നതിയുള്ള എത്ര ത്രികോണങ്ങൾ കിട്ടുമെന്നുള്ളൊരു ചോദ്യം കുട്ടികളിലേക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 3 സമാന്തര രേഖകളെ ഒരു രേഖ എങ്ങനെ ഖണ്ഡിക്കുന്നു എന്ന് നോക്കാം. അത് ആദ്യം നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡിലാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് നേരിട്ട് ഇതിലെ സമാന്തര രേഖകൾ തമ്മിലുള്ള അകലം അളന്നിട്ട് ഈ രേഖകളുടെ ഭാഗം തമ്മിലുള്ള അംശം എത്രയാണെന്ന് പെട്ടെന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ രേഖ ചരിഞ്ഞതായാൽ ഇതേ പ്രത്യേകത ഉണ്ടാകുമെന്നുള്ളതാണ്. ഇവിടെയും നമുക്ക് കുട്ടികൾക്ക് ഈ അളവുകൾ അളന്ന് ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കപ്പെടുന്നത്, നേരത്തെ കണ്ട അതേ അംശബന്ധത്തിൽ തന്നെയാണ് ഭാഗിക്കപ്പെടുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സമാന്തര രേഖകളല്ലെങ്കിൽ ഈ പ്രത്യേകതയുണ്ടോ എന്നും ഈ ഉപകരണത്തിലൂടെ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സമാന്തര രേഖകൾ മാത്രമേ ഇങ്ങനെയുള്ള ഒരു വരയെ അകലങ്ങൾ തമ്മിലുള്ള അംശബന്ധത്തിൽ ഭാഗിക്കൂ എന്ന് ഈ പ്രവർത്തനത്തിലൂടെ കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കിടക്കാം. 3 സമാന്തര രേഖകൾ 2 രേഖകളെ, അത് തിരശ്ചീന രേഖയായാലും ചെരിഞ്ഞ രേഖയായാലും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു എന്ന് നമുക്കിവിടെ ഇൻഡക്റ്റീവ് മെത്തേഡിൽ ഈ ഗ്രാഫ് പേപ്പറിൽ നിന്ന് അളവുകൾ അളന്നെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് കുട്ടികളെ ഇത് ഡിഡക്റ്റീവ് മെത്തേഡിൽ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് നോക്കാം. അതിന് ചെയ്യുന്നത് ഈ സമാന്തര രേഖയ്ക്കിടയിൽ 2 വ്യത്യസ്ത ത്രികോണങ്ങൾ വരച്ചുകൊണ്ടാണ്. ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് പോലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ 2 ചിത്രങ്ങൾ വരക്കാവുന്നതാണ്. സമാന്തര രേഖയ്ക്കിടയിൽ 2 ത്രികോണങ്ങൾ വരുന്ന രീതിയിൽ ഈ ഒരു പ്രവർത്തന മാതൃക നമുക്ക് തയ്യാറാക്കാം. ഇതിൽ ഈ ഇ ബി എന്നതും എ ബി എന്നതും ഒരു ജോഡി സമാന്തര രേഖകളാണ്. ആ ഒരു ജോഡി സമാന്തര രേഖയ്ക്കിടയിൽ എ ഡി എന്ന പൊതുവായ പാദമുള്ള ത്രികോണങ്ങളാണ് ഈ മഞ്ഞ നിറത്തിൽ ഷെയ്ഡ് ചെയ്ത 2 ത്രികോണങ്ങൾ. അതുകൊണ്ട് ഒരു ജോഡി സമാന്തര രേഖയ്ക്കിടയിൽ ഒരേ പാദം ഉള്ളതുകൊണ്ട് അവയുടെ വിസ്തീർണങ്ങൾ തുല്യമാണ്. അതേപോലെ തന്നെ മറുഭാഗത്തുള്ള നീല നിറത്തിൽ കാണുന്ന 2 ത്രികോണങ്ങളുടെയും പ്രത്യേകതകൾ കുട്ടികളോട് ആവശ്യപ്പെടുക. അപ്പോഴും മനസ്സിലാക്കാം സമാന്തര രേഖയ്ക്കിടയിൽ ഒരേ പാദം എ ഡി ഉള്ള ത്രികോണങ്ങളായതുകൊണ്ട് അവയുടെ പരപ്പളവുകളും തുല്യമാണ്. ഈ പ്രവർത്തനത്തിൽ മനസ്സിലാകുന്നത് ഈ കാണുന്ന 2 ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തുല്യമാണ്. അതുമാത്രമല്ല, നേരത്തെ പഠിച്ച സിഒൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 ത്രികോണങ്ങളിലും ഒരു ശീർഷത്തിന് എതിർവശത്തേക്ക് വര വരച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ കാണുന്ന ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം അതിൻ്റെ പാദത്തിന് ആനുപാതികമാണ്. ഇതുതന്നെയാണ് അടുത്ത ത്രികോണത്തിലും സംഭവിക്കുന്നത്. ആ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം അതിൻ്റെ പാദത്തിന് ആനുപാതികമാണ്. 3 സമാന്തര രേഖയ്ക്കിടയിൽ 2 വരകൾ വരികയാണെങ്കിൽ ആ 2 വരകളും ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ വളരെ ഗഹനമായ ഈ ഒരു സിഒ നമുക്ക് ഇതിൽ നിന്നും
എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ICTയിലും മറ്റും ജിയോജിബ്രയിലൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ 2 ത്രികോണങ്ങൾ നമുക്ക് എടുത്തു മാറ്റി ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം, ആ ഹാർഡ് സ്പോട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്നതാണ്.